ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സാധ്യതകളെക്കുറിച്ച് വിശദമായി പറയുകയാണ്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിലായിരുന്നാലും വ്യവസായ മേഖലയിലായിരുന്നാലും സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട് എല്ലാം പൂർണ്ണമായി തകർന്നടിഞ്ഞ ഒരു രാഷ്ട്രീയ കേരളം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഏതു മേഖലയിൽ എടുത്തു നോക്കിയാലും സമ്പൂർണ്ണ തകർച്ച. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപ് UDF സർക്കാർ നടപ്പിലാക്കാൻ വച്ചിരുന്ന നയങ്ങളെ നഖശികാന്തം എതിർത്ത് അതിൽ വലിയ രീതിയിൽ മുട്ടാത്തർക്ക ന്യായങ്ങളുമായി വന്ന കുട്ടിസഖാക്കന്മാരെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് വലിയ രീതിയിൽ അടിസ്ഥാന വർഗത്തോട് കാണിക്കുന്ന അനീതി മാത്രമല്ല സ്വജനപക്ഷപാതവും കണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. 110 സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് വരാൻ ഇത് സഹായകമാകുമെന്നാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ വ്യക്തമാകുന്നത്. 42% വോട്ട് ഷെയർ UDFന് നേടിയെടുക്കാൻ കഴിയും. അതൊരു പക്ഷേ 50% പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയർ ഒരുപക്ഷെ 34-ലോ 30-ലേക്കോ താഴാനും ഇടയുണ്ട്. BJPയുടെ വോട്ട് ഷെയർ ലോക്സഭയെ അപേക്ഷിച്ച് കൂടുകയല്ല കുറയുകയായിരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. BJPയും CPIഎമ്മും തമ്മിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ ജനങ്ങൾ, അതായത് നിഷ്പക്ഷരായ ജനവിഭാഗം തള്ളിക്കളയാനുള്ള സാധ്യതയാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാനും ചില സീറ്റുകളിൽ BJPയുമായി CPIഎമ്മിന് രഹസ്യബാന്ധവമുണ്ടായിരുന്നു. മാത്രമല്ല CPIക്ക് 4 ലോക്സഭാ സീറ്റുകൾ 2026 മത്സരിക്കാൻ കൊടുത്തതിൽ തിരുവനന്തപുരത്തും തൃശൂരിലും CPIക്ക് പാർട്ടി വോട്ടുകൾ പോലും കിട്ടിയില്ല. അതായത് ഇടതുപക്ഷം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മിതമായി കിട്ടേണ്ട ഒരു വോട്ട് ഷെയർ പോലും ലഭിച്ചില്ല. അതുമാത്രമല്ല തൃശൂർ ജില്ലാ കമ്മിറ്റിയിലുണ്ടായ വിമർശനം അതിശക്തമാണ്. അതായത് CPIഎമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിഷ്പക്ഷ വോട്ടുകൾ മാത്രമല്ല ശക്തമായ കേഡർ വോട്ടുകൾ വരെ പല മേഖലകളിലും ചോർന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ വോട്ടുകളിൽ പലതും CPIയിലേക്ക് എത്തിയതുകൊണ്ടാണ് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞത് എന്ന വിലയിരുത്തൽ അവിടെയുമുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നില ലോക്സഭയിലെ സീറ്റ് വിജയം അനുസൃതമാക്കി നോക്കിയാൽ 110ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ UDFന് ലീഡുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ കുത്തനെ CPIഎമ്മിന്റെ വോട്ടുകൾ കുറയുന്നു എന്നുള്ളത് ശക്തമായി അതാത് ജില്ലാ കമ്മിറ്റികളിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. കാസർഗോഡും കണ്ണൂരുമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി വോട്ടുകൾ ശക്തമായി കുറയുകയാണ്. ഇതുൾപ്പെടെയുള്ളത് സർവേയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ വ്യക്തവുമാണ്. ഏതായാലും 110 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.